വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹാനോക്ക് പ്രവാചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യൂദ 1 അധ്യായം 14-15 വാക്യങ്ങൾ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ജനങ്ങളെ ധൈര്യത്തോടെ മുന്നറിയിപ്പ് നൽകിയ ഒരു പ്രവാചകനായിരുന്നു ഹാനോക്ക്. അതിന്റെ വരവ് പ്രഖ്യാപിച്ച ശേഷം ആദ്യം പ്രവാചകനായിരുന്നു അദ്ദേഹം. ക്രിസ്തു ലോകത്തോട് തിരുവെഴുത്തിൽ പറയുന്നു, കർത്താവായ ദൈവം തന്റെ ദാസന്മാരോട് തന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ തീർച്ചയായും ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഇത് ആമോസ് 3 അധ്യായം 7 വാക്യത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ എന്ന പദത്തിന്റെ അർത്ഥം കർത്താവിന്റെ മുഖപത്രമായി സേവിക്കുന്നവർ, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നവൻ, ഭാവിയിലേക്ക് വളരെ ദൂരം കാണാൻ കഴിയുന്ന ഒരു ദർശകനും, മുഴുവൻ മനുഷ്യരാശിയുടെയും കർത്താവിങ്കിലേക്ക് വചനങ്ങൾ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നവൻ എന്നെല്ലാമാണ്. ഹാനോക്ക് ഒരു പ്രവാചകനായി, അത് തിരിച്ചറിയാതെ തന്നെ ദൈവത്തോടൊപ്പം നടക്കാനുള്ള മഹത്തായ പദവി ഒരു മനുഷ്യനെ ഒരു പ്രവാചകനാക്കുന്നു. കർത്താവ് അവനെ മറയ്ക്കുന്നില്ല. തന്നോടൊപ്പം നടക്കുന്നവരുടെ രഹസ്യങ്ങൾ, സൊദോമിനെ ഗൊമോറയെയും കുറിച്ച് നശിപ്പിക്കുന്നതിനുള്ള തന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവൻ അബ്രഹാമിനെ അറിയിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് അബ്രഹാമിൽ നിന്ന് മറയ്ക്കുമോ? കാരണം അബ്രഹാം തീർച്ചയായും ഒരു മഹാനും ശക്തനുമായ രാഷ്ട്രമായി മാറും, കൂടാതെ ഭൂമിയിലെ എല്ലാ ജനങ്ങളും അവനിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 17-18 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ഹാനോക്ക് ഒരു പ്രവാചകനായതിനാൽ ന്യായവിധിയുടെ ദിവസത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ വെളിപ്പാടുണ്ടായിരുന്നു. തിരുവെഴുത്ത് പറയുന്നു, ഇപ്പോൾ ആദാമിൽ നിന്നുള്ള ഏഴാമനായ പ്രവാചകനായ ഹാനോക്ക് ഈ മനുഷ്യരെ കുറിച്ച് പ്രവചിക്കുന്നു. ഇതാ കർത്താവ് തന്റെ 10,000 വിശുദ്ധന്മാരുമായി വരുന്നു, എല്ലാവരുടെയും മേൽ ന്യായവിധി നടപ്പിലാക്കാൻ. അവരുടെ എല്ലാ ഭക്തികെട്ട പ്രവർത്തികളിൽ നിന്നും ഭക്തിയില്ലാത്ത എല്ലാവരെയും ശിക്ഷിക്കാൻ ഭക്തികെട്ട രീതിയിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഭക്തിയില്ലാത്ത പാപികൾ അവനെതിരെ സംസാരിച്ച എല്ലാ കഠിനമായ കാര്യങ്ങളിലും. ഇത് യൂദ 1 അധ്യായം 14-15 വാക്യങ്ങളിൽ നാം വായിച്ചവകളാണ്. പഴയ നിയമത്തിൽ 3 തരം അഭിഷേകങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചക അഭിഷേകം, പുരോഹിതന്മാരുടെ അഭിഷേകം, കൂടാതെ രാജാക്കന്മാരുടെ അഭിഷേകം. പുതിയ നിയമത്തിൽ കർത്താവ് 5 തരം ശുശ്രൂഷകൾ സഭയിൽ സ്ഥാപിച്ചു. അവർ പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, സുവിശേഷകർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന നിലയിലാണ്. തിരുവെഴുത്തുകളിലുടനീളം മൊത്തം 46 പ്രവാചകന്മാരെ കാണാം. യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ എന്നിവരെ പ്രധാന പ്രവാചകന്മാരായി വിളിച്ചിരിക്കുന്നു. ഹഗ്ഗായി, സെക്കരിയാവ്, യോന, ഒബദ്യ, യോവേൽ തുടങ്ങിയ പ്രവാചകന്മാരെയെല്ലാം ചെറിയ പ്രവാചകന്മാർ എന്ന് വിളിക്കപ്പെട്ടു. എന്നാൽ ഹാനോക്കിനെ ആദ്യത്തെ പ്രവാചകൻ എന്ന് വിളിച്ചിരുന്നു. കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് അദ്ദേഹം പ്രവചിച്ചു. പ്രവചനത്തിന്റെ ദാനത്തെക്കുറിച്ച് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. ഇത് 1 കൊരിന്ത്യർ 14 അധ്യായം 1 വാക്യത്തിൽ കാണാൻ സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോവേൽ 2 അധ്യായം 28 വാക്യം. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെഹെസ്കേൽ 18-19 അധ്യായങ്ങൾ, വൈകുന്നേരം യാക്കോബ് 4 അധ്യായം. ആമേൻ.